നമുക്ക് അമൃത്സറിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. ഇന്നലെയും അമൃത്സറിലേക്ക് കാര്യങ്ങൾ വളരെ ശാന്തമായിരുന്നു. അതിർത്തി മേഖലകളെല്ലാം പൊതുവെ ശാന്തമാണ്. നമുക്കിപ്പം മുബഷിർ പി അക്ബർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും, അമൃത്സറിൽ നിന്നും ചേരുന്നു. മുബഷിർ, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഇന്നലെ പഞ്ചാബ് ഖാനയൊക്കെ ഖായ? നല്ല രീതിയിൽ തന്നെയാണ് പഞ്ചാബിൽ മുന്നോട്ട് പോകുന്നത് അരുൺകുമാർ. അമൃത്സറിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പ്രതീക്ഷയുടെ വിളക്കുകളൊക്കെ തന്നെ ഇന്നലെ അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ തിരിയുകയുണ്ടായി. എന്തായാലും ഇന്നലെ അമൃത്സറിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു. പ്രകാശ്പുരം, അതായത് ഗുരു അമർദാസ് ജി എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ആത്മീയ നേതാവ് കൂടിയായിട്ടുള്ള സിഖ് ഗുരുവിൻ്റെ ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. നമുക്കറിയാം 971 ശേഷം ആദ്യമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി സുവർണക്ഷേത്രത്തിൽ വിളക്കുകളൊക്കെ തന്നെ അണച്ചിരുന്നത്. അതിനെ തുടർന്ന് വലിയ ജാഗ്രത ആ ഒരു മേഖലയുണ്ടായിരുന്നു. നിയന്ത്രണങ്ങൾ കുറഞ്ഞൊരു പശ്ചാത്തലത്തിൽ സഞ്ചാരികളൊക്കെ തന്നെ ആ ഒരു മേഖലയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ആത്മീയ നേതാവിൻ്റെ ബർത്ത് ആനിവേഴ്സറി അത് വിളക്കുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെ അവർ ആഘോഷിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മനോഹരമായി അലങ്കരിച്ചായിരുന്നു ഈ ഒരു മേഖല കാണപ്പെട്ടിരുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ച് സുരക്ഷാ മുൻകരുതലുകളൊക്കെ സ്വീകരിച്ച് വലിയ ജാഗ്രതാ നടപടിയോടുകൂടി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുൻപോട്ട് പോയിരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. അവധി ഇപ്പോഴും തുടരുകയാണ്. സുരക്ഷയുടെ ഭാഗമായി അമൃത്സറിലെയും ചണ്ഡീഗഡിലേക്ക് തന്നെ വിമാനത്താവളങ്ങൾ ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. 15 വരെ വിമാനത്താവളങ്ങൾ അടച്ചിടുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ ഭരണകൂടവും അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഭഗവത് മാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രതിരോധ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഇപ്പോഴും ആ ഒരു മേഖലയിൽ ഞങ്ങൾ സുരക്ഷ തുടരുമെന്നുള്ളതാണ്. അതായത് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഫിറോസ്പൂർ, അതുപോലെ തന്നെ ഗുർദാസ്പൂർ, പത്താൻകോട്ട്, പതേഠ, അമൃത്സർ ഉൾപ്പെടുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് സുരക്ഷ തുടരുമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് ആന്റി ഡ്രോൺ സിസ്റ്റം പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ജമ്മുവിനും കാശ്മീരിലുമൊക്കെ തന്നെ കാണുന്നത് പോലെ ശാന്തി സമാധാനം തന്നെയാണ് പഞ്ചാബിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരുമായിട്ടും പങ്കുവെക്കാൻ സാധിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ മുബഷിർ, ഇനിയിപ്പോൾ തിരിച്ചു വരിക. അതിർത്തി ശാന്തമാണ്, അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എല്ലാവരും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. സാധാരണ നിലയിലേക്ക് ജീവിതം മടങ്ങി വരുന്നു എന്നുള്ളതാണ്. അത് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്.